ഫെബ്രുവരി 24 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ വൈഫിൻ്റെ സർപ്രൈസ് കിട്ടി. അത് ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ആഘോഷമൊന്നും വേണ്ട, ഒരു കേക്ക് മാത്രം കട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളൊരു ആഘോഷം എന്നൊക്കെ ഓർത്ത് ഇരുന്നപ്പോൾ ആണ് നൈറ്റ് ഒരു 7:30 കഴിഞ്ഞപ്പോൾ സാജൻ്റെ ഒരു കോൾ വന്നത്. ബർത്ത്ഡേ വിഷയം വിളിച്ചാണ് കേട്ടോ. വൈഫ് സർപ്രൈസ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത് എന്നാൽ ബീച്ചിൽ പോയി കേക്ക് കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി ബീച്ചിലെത്തിയപ്പോഴേക്കും 9:00 കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തു കേട്ടോ. ഇത് ഉച്ചയ്ക്ക് ബബ്ലു എനിക്ക് സർപ്രൈസ് തന്ന കേക്കാണ്. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇവള് 2-3 ദിവസം കുത്തിയിരുന്ന് സെർച്ച് ചെയ്ത് ഓൺലൈനിൽ മേടിച്ച കേക്കാണ് കേട്ടത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചന്ദനം തീർന്നോളെ. അയ്യോ ഈ സാധനം പോകില്ല, അതാ വിഷയം. കേക്ക് മൊത്തമായോ? അവളുടെ ബർത്ത്ഡേക്ക് അന്ന് സർപ്രൈസ് ആയിട്ട് താമസിച്ച് വന്നോണ്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല. രാത്രി 1 മണിക്ക് 2 മണി എന്റെ ഭയങ്കര നീറ്റായിട്ടാണ് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടോ? ഇതെവിടെ ഇത് പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട്. പാക്കറ്റിന് മറ്റേ സാധനകത്തില്ലെന്നുള്ളൂ. അങ്ങനെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് നമ്മളത് തുറന്നു നോക്കണം കേട്ടോ ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ബബുലുവാണ് കേട്ടോ. കാരണം അവൾക്കും കൂടെയുള്ള ഗിഫ്റ്റാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയത്. ഇതാണോ ചെറുത് മനുഷ്യരെ? ഇതെന്തോടെ ഇത് അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് ആയില്ലെങ്കിലാണ് കോമഡി. ഇതാണോ ചെറുതാ? ബബ്ലുവിനൊരു അടിപൊളി ഉടുപ്പും എനിക്ക് 2 ടീഷർട്ടാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ ഫുള്ള് സർപ്രൈസസ് ആയിരുന്നു കേട്ടോ. ആഘോഷമൊന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ദൈവം അതിലും മനോഹരമായി നമുക്ക് വേണ്ടി ചിലത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു ഫെബ്രുവരി 24. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് തന്ന സാജനും എനിക്കും ഒത്തിരി താങ്ക്സ്. അറിയോ